ഭരണകൂടത്തിനകത്തിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്കറിയില്ല. കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആളല്ല. ഒരു കൊടി പിടിച്ചിട്ടില്ല, 4 മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, 4 പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, സാധാരണക്കാരുടെ വിയർപ്പിന്റെ വിലയറിയില്ല. അങ്ങനെയുള്ള ഒരാൾ ചാനൽ മുറിക്കകത്തുനിന്ന്, ആ ശീതീകരിച്ച മുറിക്കകത്തുനിന്ന് മന്ത്രി കസേരയിലേക്ക് വന്നതാണ് ഇന്ന് കേരളത്തിന്റെ ആശാ വർക്കേഴ്സ് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് വിയോജനക്കുറിപ്പുണ്ട്. ശൈലജ ടീച്ചറോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. രാഷ്ട്രീയപരമായി, വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. എന്നാൽ ഒരു സമരം നടക്കുമ്പോ ഇപ്പോ ഗതികേട് കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണയ്ക്ക് സൗകര്യമില്ല എന്നുള്ള ഭാവത്തിലാണ്. വീണ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ സൗകര്യമുണ്ടാകണം. കാരണം ഇതാരുടെയും വീട്ടിൽ നിന്നെടുത്ത് അനുവദിച്ചു തരുന്ന നിങ്ങളുടെ തീട്ടൂരത്തിന്റെ പണമല്ല. ഈ പണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ, കേന്ദ്രമന്ത്രി നദ്ദാജിയാണെങ്കിൽ 938 കോടി രൂപ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടി തന്നാൽ അതിൽ 100 കോടി വകമാറ്റിയിട്ട് നിങ്ങൾക്ക് സുഖിക്കാൻ കാറ് വാങ്ങാൻ തീരുമാനമെടുത്ത ഓരോറ്റ കാറും കേരളത്തിന്റെ തെരുവീതിയുടെ പുറത്തിറങ്ങില്ല എന്ന് തീരുമാനിക്കാനുള്ള സംഘടിത ശേഷി അത് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കാരണം കണക്ക് ഞങ്ങൾ ചോദിക്കും. കേന്ദ്രം കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് 4 പേർക്ക് കാണണോ, 10 പേർക്ക് കാണണോ? നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു MLA പദവിയും വേണ്ട, ഒരു MP പദവിയും വേണ്ട. ഞാൻ മാത്രം വിചാരിച്ചാൽ മതി. കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് മുന്നിലിരുത്താൻ. കാരണം നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ അതിന് ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ 2 ആൾ തീരുമാനിച്ചാൽ മതി. അത്രയും സംശുദ്ധമായിട്ടാണ് അവിടെ പൈസയുടെ വിനിയോഗം നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആശാ വർക്കേഴ്സിന് കൊടുക്കണം. അത് കൊടുക്കാതെ വകമാറ്റി ചിലവഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരം ഒരുപക്ഷെ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു കൊള്ളാം. പക്ഷെ കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ്. ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി പറഞ്ഞു അമ്മമാരുടെ മടിശീലിയിൽ പണമുണ്ടാകണം, അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. മലപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നെന്നറിയുമോ? നായനാരാണ്. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി രാജ്യം മുഴുവൻ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ആ പദ്ധതിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊള്ളാൻ പറയുകയും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരിട്ട പേരാണ് കുടുംബശ്രീ എന്നുള്ളത്. ആ കുടുംബശ്രീയിലൂടെ എത്രയോ അമ്മമാർ സംഘടിച്ചു, എത്രയോ അമ്മമാർക്ക് ബാങ്കുകളിലേക്ക് പോകാൻ സാധിച്ചു, എത്രയോ അമ്മമാർ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കൊണ്ടുവന്ന പദ്ധതിയെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ എന്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞങ്ങളുടെ സമരമാണ്. ഈ സമരഭൂമിയില് കൂടുതൽ രാഷ്ട്രീയക്കാർ കടന്നു വരികയും ആ രാഷ്ട്രീയക്കാർ കടന്നു വന്ന് ഞങ്ങളുടെ അമ്മമാരോട്, സ്ത്രീകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും വരാതെ PSCയുടെ സമരം നടന്നു. PSCയിൽ ജോലി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കും വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ദിവസങ്ങളോളം സമരം നടന്നല്ലോ. നേരത്തെ ശ്രീമാൻ മുരളീധരൻ, അദ്ദേഹം മുൻ മന്ത്രി, പറഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ സമരത്തെ കാണാൻ, നിങ്ങളെ വിളിക്കാൻ, നിങ്ങളെ ചർച്ച ചെയ്യാൻ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. PSC സമരത്തിലെ മുട്ടിലഴിഞ്ഞ് ഇവിടെ സമരം നടത്തി കുട്ടികൾ അല്ലേ? വീണയുടെയും മകന്റെയും അച്ഛനല്ലേ പിണറായി വിജയൻ? വന്നില്ല, തലമുണ്ടനം ചെയ്തു, സമരം നടത്തി. ഈ സമരഭൂമിയിലേക്ക് അങ്ങനെ മുഖ്യമന്ത്രി
കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനെ പോലെ എനിക്കില്ല. എന്താ കാരണം എന്നറിയുമോ? അതിന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം. മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോ നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിന്റെ കാഠിന്യം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് എനിക്ക് സൂചന നൽകാനുള്ളത്. എന്നാൽ ഈ സമരത്തെ പിന്തിരിയാതെ അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ തിരുവനന്തപുരം ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ അംഗങ്ങളും ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് മുരളീധരൻ ഉൾപ്പെടെ സുധീർ ഉൾപ്പെടെ കരമന ജയൻ ഉൾപ്പെടെ മുഴുവൻ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെ വന്ന് നിൽക്കുന്നത്. രുടെ സമരവും തുടർന്നുള്ള സംഭവങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി നേരിട്ട് ഈ സംഭവത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. സുരേഷ് ഗോപി മാത്രമല്ല, BJPയുടെ നേതാക്കളെല്ലാം തന്നെ ആശാ വർക്കർമാർക്കൊപ്പമാണ്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ സമര പന്തലിലേക്ക് എത്തുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം BJPക്ക് വൻ സ്വീകരണമാണ് ആശാ വർക്കർമാർ ഒരുക്കുന്നത്. ആശാപ്രവർത്തകർക്ക് നൽകേണ്ട തുകയിൽ 100 കോടി രൂപ കുടിശ്ശിക വരുത്തുകയും പദ്ധതിക്കു വേണ്ടി ഇതുവരെ തുക വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പ്രതിനിധികൾക്ക് SUCIയുടെ നേതൃത്വത്തിലുള്ള ആശാ സമരവേദിയിൽ വരവേൽപ്പ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 2 തവണയാണ് ഇവിടെ എത്തിയത്. കേന്ദ്രം കുടിശ്ശിക നൽകാത്തത് എന്തെന്ന ചോദ്യം സുരേഷ് ഗോപിയോടോ സമരവേദി സന്ദർശിച്ച BJP നേതാക്കളായ V മുരളീധരനോടോ ശോഭാ സുരേന്ദ്രനോടോ ഉന്നയിക്കാൻ സമരക്കാർ ഇതേവരെ തയ്യാറായിട്ടില്ല. ആശാമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല തങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് ഏതാനും ആശമാരെ കരുവാക്കുക എന്നതാണ് SUCI സമരത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഞായറാഴ്ചയും സമരപന്തലിൽ എത്തിയ സുരേഷ് ഗോപി തലേ ദിവസത്തെ പ്രതികരണം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, BJPയുടെ ജില്ലാ ഭാരവാഹികൾ എന്നിവർക്കെല്ലാം SUCI സമരവേദിയിൽ വൻ സ്വീകരണമാണ് ഒരുക്കുന്നത്. സമരം സംസ്ഥാന സർക്കാരിനെതിരെ ആയതിനാൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ട്. SUCIയുടെ നേതൃത്വത്തിലുള്ള ആശാ സമരം അക്രമാസക്തമാക്കാൻ നീക്കം നടക്കുന്നതായി വിവരമുണ്ട്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന മാർച്ചിൽ സംഘർഷമുണ്ടാക്കണമെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ ആഹ്വാനം. സമരക്കാർ അംഗങ്ങളായ ആശാ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ഇത് വന്നത്. മാർച്ചിൽ UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. SUCI, SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരാണ് ആശാ സമരത്തെ നയിക്കുന്നത്. INTUCക്കാർ തള്ളിക്കളഞ്ഞ SUCI നയിക്കുന്ന ആശാ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തുണ്ട്. SUCIയുടെ സമരത്തെ പിന്തുണയ്ക്കില്ലെന്ന് INTCUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം ആശാ വർക്കർമാരോട് വളരെ ക്രൂരമായ സമീപനമാണ് പോലീസ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ SUCIയുടെ നേതൃത്വത്തിൽ രാപ്പകലിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചു. ഉറങ്ങിക്കിടന്ന ആശാവർക്കർമാരെ ഉണർത്തിയാണ് പോലീസ് ടാർപോളിൻ അഴിപ്പിച്ചത്. അന്ന് പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസിന്റെ നടപടി. ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചുറങ്ങുകയായിരുന്ന ആശാപ്രവർത്തകരെ വിളിച്ചുണർത്തിയാണ് പോലീസിന്റെ നടപടി. മനുഷ്യരാണോ നിങ്ങളെന്ന് പോലീസുകാരോട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ചോദിച്ചു. ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ആശാവർക്കർമാരിൽ ഒരാൾ പോലീസിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അഴിച്ചു മാറ്റേണ്ടി വന്നു. മഴ നനഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുകയും ചെയ്തു.